നമസ്കാരം, ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. കോവിഡിനേക്കാൾ കരുതലോടെ സമീപിക്കേണ്ട രോഗമെന്നാണ് ഡെങ്കിപ്പനിയെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. കോവിഡിനേക്കാൾ ദീർഘകാലം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് ഈ ഡെങ്കിപ്പനി. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ സമീപിക്കേണ്ട ഒന്നാണ്. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം, എത്രത്തോളം അപകടമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസിഷ്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഹരിത നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ കൊതുകുകൾ വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ കോവിഡിനേക്കാൾ കരുതലോടെ സമീപിക്കണമെന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ മെഡിക്കൽ ടൈമിൽ എന്താണ് ഡെങ്കിപ്പനി എന്ന് വിശദീകരിക്കുമോ? ആക്ച്വലി ഇന്ന് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. കാരണം ഇപ്പോൾ ഡെങ്കിപ്പനീന്റെ കേസസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൺസൂൺ ടൈമില്. അപ്പം പൊതുവേ ഒരു ജൂലൈ ടു നവംബർ ടൈമാണ് ഒരു പീക്ക് സീസൺ കാണാറ്. അപ്പൊ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു ഡെങ്കു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അപ്പൊ ഈ വൈറസ് ഫ്ലാവി വൈറസ് എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്ന ഒരു വൈറസ് ആണ്. ഇത് ഏഡിസ് മൊസ്കിറ്റോന്റെ ഏഡിസ് കൊതുക് വഴിയാണ് പകരുന്നത്. അതിന്റെ ബൈറ്റ് വഴിയാണ് പകരുന്നത്. അപ്പം ഡെങ്കു വൈറസിന് 4 ടൈപ്പ് ഉണ്ട്, സീറോ ടൈപ്സ്: ഡെൻ 1, ഡെൻ 2, ഡെൻ 3, ഡെൻ 4. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയും ഒരു തവണ ഡെങ്കി വന്നാൽ പിന്നീട് ഒരിക്കലും വരില്ല. അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഒരു സീറോ ടൈപ്പ് ആയിട്ടാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു സീറോ ടൈപ്പിനോട് മാത്രമേ നമുക്ക് ലൈഫ് ലോങ് പ്രതിരോധ ശക്തി ഉണ്ടാവും. ബാക്കി 3 സീറോ ടൈപ്സുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ വീണ്ടും ഡെങ്കു ഇൻഫെക്ഷൻസ് വരാം. അപ്പം സെക്കൻഡറി ആയിട്ട് ഡെങ്കു വരുന്ന സമയങ്ങളിൽ അത് കുറച്ചും കൂടി ഒരു തീവ്ര ഫോമിലാണ് വരാറ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഡെങ്കു കേസസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഡെത്ത് റേറ്റ്സ് ആണെങ്കിൽ ഇപ്പം എവറി ഇയർ ഒരു 20,000 മേലെ ഡെത്ത്സ് ഉണ്ടെന്നാണ് ലോകത്തിലെ സർവേ റിപ്പോർട്ട്. അപ്പം ഈ ഡെത്ത് കേസസിൽ കൂടുതലും കുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രായഭേദമോ അല്ലെങ്കിൽ ജെൻഡർ ഭേദമോ ഇല്ലാതെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഡെങ്കി. അതുപോലെ തന്നെ ഡോക്ടർ, ഈ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഡെങ്കിപ്പനിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റു പനികളിൽ നിന്നും എങ്ങനെയാണ് ഈ ഡെങ്കിപ്പനിയെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ ഫീവർ ആണ്. അപ്പൊ വൈറൽ ഫീവറിലുള്ള എല്ലാ ലക്ഷണങ്ങളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അപ്പം ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അതായത് വൈറസ് നമ്മുടെ ബ്ലഡിലേക്ക് കയറിയത് തൊട്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യമായി ലക്ഷണങ്ങൾ വരുന്ന ആ ഒരു ടൈമിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 to 14 days ആണ്. അപ്പം പ്രധാന കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനിയൊപ്പം തന്നെ സന്ധിവേദന, കുട്ടികളിൽ വേദന, തീവ്രമായ തലവേദന, പ്രത്യേകിച്ച് കണ്ണിന് പുറകിലായിട്ടുള്ള വേദന, ഛർദിൽ വരിക, പിന്നെ ശരീരങ്ങളിൽ ചുവന്ന ഡോട്ട് പോലത്തെ റാഷസ് വരിക, പലയിടങ്ങളിലായിട്ട് ബ്ലീഡിങ് വരിക, പ്രത്യേകിച്ച് മോണകളിൽ നിന്ന്, മൂക്കിൽ നിന്ന്, പിന്നെ പീരീഡ്സിന്റെ ടൈം ആണെങ്കിൽ ഹെവി ബ്ലീഡിങ് വരിക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം. അപ്പം മിക്ക ആൾക്കാരും ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ കൂടെ ഡെങ്കി വരാറുണ്ട്. ഇതിന് 3 ഫേസസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ആദ്യത്തേത് ഫിബ്രൈൽ ഫേസ് എന്ന് പറയും. ആദ്യത്തെ ഒരു 5 തൊട്ട് 7 ദിവസം വരെ ഈ പറഞ്ഞ പനിയും ബാക്കി അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും ഉണ്ടാവും. ഈ പനി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും പലയിടങ്ങളിലായിട്ട് ബ്ലീഡിങ് വരികയും ചെയ്യുന്നത്. ബ്ലീഡിംഗ് എന്ന് പറയുന്നത് മോണകളിൽ നിന്ന് വരാം, മൂക്കിൽ നിന്ന് വരാം, ഛർദിക്കുമ്പോൾ ബ്ലഡ് വരാം, മോഷൻ കറുപ്പ് കളർ വരിക, യൂറിനില് ബ്ലഡ് വരിക. ഇതൊക്കെയാണ് അതിന്റെ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ്. അപ്പം ഈ ഒരു 5 തൊട്ട് 10% ആൾക്കാര് ക്രിട്ടിക്കൽ ഫേസിലോട്ടേക്ക് പോകും ഈ ഫിബ്രൈൽ ഫേസ് കഴിഞ്ഞാൽ, പനി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ സമയത്ത് ഇങ്ങനെ അമിതമായി ബ്ലീഡിങ് വരുമ്പോൾ ഷോക്ക് എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും അതായത് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ബ്ലഡ് സപ്ലൈ എത്താതെ വരികയും അത് പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത്. അപ്പൊ അത് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യും. ഇതൊരു 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെയാണ് ക്രിട്ടിക്കൽ ഫേസ് ഉള്ളത് പനി കഴിഞ്ഞിട്ട്. ക്രിട്ടിക്കൽ ഫേസ് കഴിഞ്ഞാൽ നേരെ റിക്കവറി ഫേസിലേക്കാണ് പോവാം. റിക്കവറി ഫേസിൽ പ്ലേറ്റ്ലെറ്റ്സ് പയ്യെ ഒന്ന് കൂടി വരും, ലക്ഷണങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ഈ റാഷസ് ഉള്ള ഭാഗങ്ങളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും. മിക്ക ആൾക്കാരും ഈ പനിയുള്ള ഫേസിൽ നിന്ന് ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോവാതെ നേരെ റിക്കവറി ഫേസിലേക്ക് പോകുന്ന പേഷ്യൻസും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പല ടൈപ്പുകൾ ഈ ഡെങ്കിപ്പനി വരാൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏത് അവസ്ഥയിലാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടുക അല്ലെങ്കിൽ അഡ്മിറ്റ് ആവുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അത് എപ്പോഴാണ്? നമുക്ക് മിക്ക സമയങ്ങളിലും ഡെങ്കി OP ബേസിൽ തന്നെ മാനേജ് ചെയ്യാം. പക്ഷെ ചില വാർണിംഗ് സൈൻസ് കാണുമ്പം ആ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോവാം അല്ലെങ്കിൽ ഒരു ഷോക്ക് സിൻഡ്രോമിലേക്ക് പോവാം എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ തീവ്രമായ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വയറുവേദന,
തുടർച്ചയായിട്ടുള്ള ഛർദിൽ, അതായത് 1 മണിക്കൂറിൽ 3 തവണ കൂടുതൽ ഛർദിക്കുക, പലയിടങ്ങളിലായി നിന്ന് ബ്ലീഡിങ് വരിക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഒരു സ്വഭാവ മാറ്റം വരിക, അതായത് ഒരു ഡ്രൗസിനെസ് പോലെ അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി ഒക്കെ കൂടുക. പിന്നെ ശരീരങ്ങളിൽ നീർക്കെട്ട് വരിക, BP കുറയുക, ശരീരം തണുത്ത് വിളർക്കുക, ഇതൊക്കെയാണ് അതിന്റെ വാർണിംഗ് സൈൻസ്. ഇങ്ങനത്തെ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും വേണം. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് റിസ്ക് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതാണ് ഈ ചെറിയ കുട്ടികൾ, അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുതിർന്ന ആൾക്കാർ, 65 വയസ്സിന് മേലെയുള്ള ആൾക്കാർ, ഓൾറെഡി എന്തെങ്കിലും ഹാർട്ടിന് അസുഖമോ BP, ഷുഗർ, ഇങ്ങനെ അസുഖങ്ങളുള്ള പേഷ്യൻസ്, ബ്ലീഡിംഗ് അസുഖങ്ങളുള്ള പേഷ്യൻസ്, ദീർഘകാലം സ്റ്റീറോയിഡ്സിലുള്ള പേഷ്യൻസ്, ഇതിനു മുന്നേ ഡെങ്കു ഇൻഫെക്ഷൻസ് വന്ന പേഷ്യൻസ്, ഇവരൊക്കെയാണ് ഒരു റിസ്ക് ഗ്രൂപ്പിൽ പെട്ട പേഷ്യൻസ്. അപ്പൊ അവരെ നമ്മൾ ഏർലി തന്നെ അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് ഈ ക്രിട്ടിക്കൽ ഫേസിലോട്ടേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യും, അതിന്റെ കോംപ്ലിക്കേഷൻസ് തടയാനും പറ്റും. ഇപ്പൊ ഈ മറ്റു പനികൾക്ക് നൽകുന്ന പോലുള്ള ചികിത്സകൾ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്, അത് മരുന്നുകളും അതൊക്കെ ഏതാണ്? ഈ ഡെങ്കിപ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിക്ക സമയത്തും നമുക്ക് OP ബേസിസിൽ തന്നെ പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, പേഷ്യൻസിന്റെ അടുത്ത് ആദ്യമായി നന്നായി വെള്ളം കുടിക്കുക, നോർമൽ വെള്ളം, ORS, ഇളനീര് വെള്ളം, നല്ല ഹൈഡ്രേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. പനിയുള്ള സമയത്ത് പാരസെറ്റമോൾ മാത്രം യൂസ് ചെയ്യുക. വേറെ ബ്രൂഫെനോ അങ്ങനത്തെ ആസ്പിരിനോ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക, കാരണം അതിനൊക്കെ ബ്ലീഡിംഗ് റിസ്ക് ഉള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഈ വാർണിംഗ് സൈൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുക. പിന്നെ CBC മോണിറ്ററിങ്. CBC എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതിനകത്ത് നമുക്ക് പ്ലേറ്റ്ലെറ്റുകളുടെ അളവും ഹെമറ്റോക്രിറ്റിന്റെ അളവും ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ OP ബേസിസിൽ ചെയ്യുന്നത്. പിന്നെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇപ്പം ഛർദിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്, ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും രക്തകണങ്ങൾ കുറയുമ്പം അത് രക്തം ട്രാൻസ്ഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക. അപ്പൊ പൊതുവെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഡോക്ടർ, ശരിക്കും ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഭയപ്പെടേണ്ട ഒന്നാണോ, അതോ മറ്റു പനികളെ പോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ കണ്ടാൽ മതിയോ? തീർച്ചയായും ഡെങ്കു നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോകത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ വർഷത്തിൽ 20,000-ലേറെ ഡെത്ത് റേറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെങ്കുവിന് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോവുകയും പലയിടങ്ങളിലായി ബ്ലീഡിംഗ് അമിതമായി കൂടുകയും ഷോക്ക് എന്നുള്ള ഒരു അവസ്ഥയിൽ പോയിട്ട് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്ക് കിടക്കാവുന്നതാണ്. ഓർഗൻസ് എന്ന് പറയുന്നത് മിക്ക അവയവങ്ങളെയും ഡെങ്കു എഫക്ട് ചെയ്യാം. അതിന്റെ അകത്ത് ലിവറിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം, ഹാർട്ടിൽ മയോകാർഡൈറ്റിസ്, കാർഡിയോമയോപ്പത്തി എന്നൊരവസ്ഥ വരാം, പലയിടങ്ങളിലായി നീർക്കെട്ട് വരാം, ലങ്സിൽ നീർക്കെട്ട് വരാം, ഹാർട്ടിൽ വരാം, വയറിൽ വരാം, അസൈറ്റിസ് എന്നൊരു അവസ്ഥയിലേക്ക് വരാം. അതുപോലെ ബ്രെയിനിലാണെങ്കിലും എൻസെഫലോപ്പത്തി അല്ലെങ്കിൽ ഈ ബ്ലീഡിംഗ് റിസ്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഡെങ്കി തീർച്ചയായും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ്. പക്ഷെ എന്നാൽ ഭയപ്പെടേണ്ടതുമില്ല, കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പ്ലേറ്റ്ലെറ്റിൻ്റെ കാര്യം പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് കുറയുന്നതാണ് ഈ ഡെങ്കിയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പോൾ ആദ്യം ചോദിക്കട്ടെ, ഈ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? അപ്പം പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി രക്തം കട്ടപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോശങ്ങളാണ്. അപ്പം നോർമലി ഒരു 1.5 to 4.5 വരെയാണ് പ്ലേറ്റ്ലെറ്റിന്റെ അളവ്. 1.5 കുറയുമ്പോഴാണ് നമ്മൾ അത് ത്രോംബോസൈറ്റോമിയ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുമെന്ന് പറയുന്നത്. പൊതുവെ ഒരു 20,000 വരെ ഒന്നും ബ്ലീഡിംഗ് കാണാറില്ല. പക്ഷെ 20 കുറയാണെങ്കിൽ ഇതേപോലെ പലയിടങ്ങളിലായി ബ്ലീഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നത്, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്, പിന്നെ ഈ റാഷസ് വരിക, അതായത് ചുവന്ന ഡോട്ട് പോലത്തെ റാഷസ് ശരീരത്തിൽ വരിക, ഛർദിക്കുമ്പോൾ ബ്ലഡ് വരിക, മോഷൻ കറുപ്പ് കളർ വരിക, യൂറിനിലേക്ക് കൂടി ബ്ലഡ് പോവുക, പിന്നെ പീരീഡ്സ് ഉള്ള സമയമാണെങ്കിൽ നല്ല ക്ലോട്ട്സ് പോലെ ഹെവി ആയിട്ട് ബ്ലീഡിങ് വരിക. ഇതൊക്കെയാണ് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ കൂടുതലും നമുക്കിപ്പം ബ്രെയിനിലാണെങ്കിലും പിന്നെ വയറിനകത്തും ഒക്കെ ബ്ലീഡിങ്ങിന് റിസ്ക് ഉണ്ട് 20%. ഇതിപ്പോൾ ഈ ഡെങ്കു പ്രധാനമായിട്ടും പകരുന്നത് ഈ കൊതുകുകളിൽ നിന്നാന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അത് പ്രതിരോധിക്കാൻ കഴിയുന്നത്? ഈ ഒരു രോഗം വരാതിരിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണ് നമുക്ക് അതിനെ തടയാൻ സാധിക്കുന്നത്?
അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡെങ്കിയിൽ ഇതുവരെ വാക്സിൻസ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. എല്ലാം സ്റ്റഡീസ് ആണ്. മേ ബി ബൈ 2026 ഒക്കെ വരികയായിരിക്കും. അപ്പം പ്രധാനമായിട്ട് കൊതുകിന്റെ കടി, ഏഡിസ് മൊസ്കിറ്റോന്റെ കടി ഒന്ന് ഒഴിവാക്കുക. ഈ ഏഡിസ് മൊസ്കിറ്റോ എന്നത് ഈ ചെറിയ ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുന്നതാണ്. അപ്പൊ പരിസരം ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. ഈ ചിരട്ടകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അല്ലെങ്കിൽ ടയറുകൾ ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴും മുട്ട, ഈ ഏഡിസ് മൊസ്കിറ്റോ ബ്രീഡ് ചെയ്ത് മുട്ടയൊക്കെ ഇടാവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. പിന്നെ വീട്ടിനകത്താണെങ്കിൽ മൊസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കുക. ഡോറിലും വിൻഡോസിലും ഒക്കെ മെഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. കാരണം അങ്ങനെ നമുക്ക് കൊതുകടി പ്രിവെന്റ് ചെയ്യാം. പിന്നെ മൊസ്കിറ്റോ റിപ്പൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ ഈ എൻഡമിക് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഇപ്പൊ ഡെങ്കു കേസസ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയാസിലേക്ക് ട്രാവൽ കഴിവതും ഒഴിവാക്കുക. ഇങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം സാധാരണ ഒരു പനി വന്നാൽ പോലും അത് പകരുക എന്നുള്ളത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ അത് പകരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഡെങ്കി പനിയുടെ കാര്യത്തിലും. അത് എത്രത്തോളം എളുപ്പം അത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? ഡെങ്കി പനി എന്ന് പറയുന്നത് ബാക്കി വൈറൽ ഫീവേഴ്സ് പോലെ കോണ്ടാക്റ്റിൽ വന്നതുകൊണ്ട് അങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല. ഇത് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ്, അതായത് ഡെങ്കിപ്പനി ഉള്ള പേഷ്യന്റിനെ ആ ഒരു വൈറേമിയ പീരീഡിൽ ഒരു ഏഡിസ് മൊസ്കിറ്റോ വന്ന് കടിച്ച് ആ മൊസ്കിറ്റോ നമ്മളെ കടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ വരും. അല്ലാതെ തൊട്ടുകൊണ്ടോ അടുത്ത സമ്പർക്കം കൊണ്ടോ അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ വളരെ ചെറിയൊരു ശതമാനം പേഷ്യൻസ് ഇപ്പം പ്രഗ്നൻസിയിൽ, ലേറ്റ് പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ കൺജനൈറ്റൽ ആയിട്ട് കുട്ടിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ ചെറിയ ശതമാനത്തിൽ കാണാറുണ്ട്. പക്ഷെ മേജർ ഒരു മിക്ക സമയങ്ങളിലും ഈ കൊതുകിന്റെ കടി വഴി മാത്രമാണ് പകരുന്നത്. അതും ഏഡിസ് മൊസ്കിറ്റോന്റെ മാത്രം കടി വഴി. ഈ ഡെങ്കു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഇതിന്? ഞാൻ നേരത്തെ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാ അവയവത്തിനും ഡെങ്കി എഫക്ട് ചെയ്യാം. ഷോക്ക് എന്നുള്ളൊരു അവസ്ഥയിൽ പോകുമ്പോൾ എല്ലാ ഓർഗൻസും ഫെയിലിയറിലേക്ക് പോവാം. അപ്പം പ്രധാനമായി ലിവറിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വരാം, ഹാർട്ടിലാണെങ്കിൽ മയോകാർഡൈറ്റിസ് വരാം, ബ്രെയിനിലാണെങ്കിൽ എൻസെഫലോപ്പത്തി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാം, ബ്ലീഡിങ്സ് വരാം. അങ്ങനെ മിക്ക ഓർഗൻസിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡെങ്കു. നേരത്തെ ഡോക്ടർ ഈ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റി പറഞ്ഞു. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് എത്രത്തോളം ഒരു സാധ്യത കൂടുതലാണ്? അത് കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊതുകടി എന്നുള്ളത് അത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എത്രത്തോളം അപകടത്തിലേക്ക് പോകും കുഞ്ഞുങ്ങൾ ഇത് വരുമ്പോൾ? അതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പ്രായഭേദം ഇല്ലാതെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഇത്. അപ്പൊ ഡെത്ത് റേറ്റ്സ് കൂടുതൽ നോക്കുകയാണെങ്കിലും ചെറിയ കുട്ടികൾ തൊട്ട് ചെറുപ്പക്കാരിലാണ് ഡെത്ത് കേസസ് കൂടുതൽ കാണുന്നത്. അപ്പം ഈക്വലി തന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വാർണിംഗ് സൈൻസ് നേരത്തെ കണ്ടുപിടിക്കുക, ആ വാർണിംഗ് സൈൻസ് ഉള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ സമയത്ത് ഇനീഷ്യേറ്റ് ചെയ്താൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ബ്ലീഡിങ് അസുഖങ്ങളുള്ള കുട്ടികൾ, അങ്ങനത്തെ ഒക്കെ പേഷ്യൻസിന് കുറച്ചും കൂടി സിവിയർ ഡെങ്കി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തായാലും വളരെ നന്ദി ഡോക്ടർ. ഈ ഒരു ഡെങ്കു പനി അതുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാം ഒരു മറുപടി തന്നതിന് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസിഷ്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഹരിതയാണ് നമ്മളോട് സംസാരിച്ചത്. ഡോക്ടർ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. ഡോക്ടർ ഹിയർ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.